ഹേ ഗായ്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കാരിക്കേച്ചർ ഫ്രെയിമിൻ്റെ ട്യൂട്ടോറിയലാണ് കേട്ടോ. അപ്പോൾ നമുക്കതിങ്ങനെ എഡിറ്റ് ചെയ്യാൻ നോക്കിയാലോ. അതിന് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന ടൂൾമി ആപ്പാണ്. അപ്പോൾ അത് നമ്മൾ ഓപ്പൺ ചെയ്യാം. അതിൽ ഒരുപാട് എഫക്ട്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എഫക്റ്റ് ചൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു എഫക്റ്റാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഇതിൽ ആവശ്യമുള്ള ഫോട്ടോസ് ആഡ് ചെയ്ത് സേവ് ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ള ഫോട്ടോസ് എല്ലാം അതുപോലെ തന്നെ നമ്മൾ സേവ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ഫോട്ടോസിൻ്റെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കണം. അതിന് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫോട്ടോ റൂം എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻഷോട്ടോ പിക്സാർട്ടോ പോലുള്ള ആപ്സ് യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ ആപ്പ് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കുക. ബാക്കിയുള്ള ഫോട്ടോസ് നമ്മൾ അതുപോലെ തന്നെ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ പിൻട്രസ്റ്റ് ഓപ്പൺ ആക്കുക. അതിൽ സ്റ്റുഡൻറ്റ് കാരിക്കേച്ചർ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഒരുപാട് പിക്സ് നമുക്ക് കിട്ടും. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് നമ്മൾ സെലക്ട് ചെയ്ത് സേവ് ചെയ്യുക. പിക്സാർട്ട് ആപ്പ് ഓപ്പൺ ആക്കുക. അതിൽ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ആക്കിയിട്ടുള്ള ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം നമ്മൾ ഇതിൽ ബോയിനെ ക്രോപ്പ് ചെയ്തെടുത്തിട്ട് അതിൽ നമ്മൾ ആ ഒരു ഫേസ് ഇറേസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുള്ള ഫോട്ടോ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ബോഡി നമ്മൾ റിമൂവ് ആക്കി ഫേസ് മാത്രം വരുന്ന രീതിയിൽ ഇതിൽ സെറ്റ് ചെയ്യുക. ഇത് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ഒരു പിക്ചറിൽ കൊണ്ടുവെക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഫോട്ടോസ് എല്ലാം നമ്മൾ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് സേവ് ചെയ്യുക. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒരു പേജിൽ സെറ്റ് ചെയ്യണം. നമ്മൾ ക്യാൻവ ഓപ്പൺ ആക്കി അതിൽ A3 ലാൻഡ്സ്കേപ്പ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ വരുന്ന ഡോക്യുമെൻ്റ് എടുത്തിട്ട് അതിൽ നമ്മളിപ്പോൾ സേവ് ചെയ്തിട്ടുള്ള എല്ലാ പിക്സും നമ്മൾ ആഡ് ആക്കുക. അതിനുശേഷം നമ്മൾ ഈ പിക്സ് എല്ലാം നമുക്ക് ആവശ്യമുള്ള സൈസിൽ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക. ഇതിൽ നമ്മൾ സെൻറ്ററിൽ ഒരു പിക്ചർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പിൻട്രസ്റ്റിൽ പോയിട്ട് അതിനനുസരിച്ചുള്ള ഒരു തീമിലുള്ള ഒരു ഫോട്ടോ എടുത്ത് അതുപോലെ സെറ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഗായ്സ്, ഇത് നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ എന്നിട്ട് സേവ് ചെയ്തെടുക്കാം. സോ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്.